ഇന്നലെ എന്തൊക്കെയായിരുന്നല്ലേ? അതെ, എന്തൊക്കെയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള തിരുവാതിരക്കളി, ഏറ്റവും രസമായിട്ടുള്ള തിരുവാതിരക്കളി. ആര് പറഞ്ഞു? എല്ലാരും പറഞ്ഞു ഏറ്റവും രസമായിട്ടുള്ള തിരുവാതിരക്കളി. അല്ലല്ലോ, നമ്മുടെ വഞ്ചിപ്പാട്ട്. ചേട്ടനെ ആലോചിക്കാണ്. കുട്ടികളുടെ ചിത്ര ചേച്ചി പറയും കുട്ടികളുടെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതെല്ലാം ആക്ച്വലി ഒരുപോലെ വന്നു. സ്കോർ ചെയ്ത് മൊത്തം നമ്മുടെ പുലികളാണ്. ഇവരെന്തായിരുന്നു ഫ്യൂച്ചറിനൊക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. നമ്മുടെ പുലികൾ they are not just a company artist, they are solo artists too. അതിന്റെ ഒരു പ്രൂഫാണ് നടത്തുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ആൻ അമേസിംഗ് കോൺസെപ്റ്റ്. നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ് എങ്ങനെയായിരുന്നോ അതിലും 10 മടങ്ങാണ് ഇന്നത്തെ എപ്പിസോഡ്. റെഡി അല്ലേ? ഹലോ, എല്ലാവരും റെഡി അല്ലേ? ഇത് ഈ എനർജി വെച്ചിട്ടാണ് ഞാനില്ല. സൂപ്പർ. അപ്പൊ നമുക്കൊരു കാര്യമില്ല, നമുക്ക് ഇതിനു മുമ്പ് ഇതേപോലെ നമ്മളൊരു ഭയങ്കര ഒരു എന്താ പറയാ ഫൺ എപ്പിസോഡായി വന്ന ഒരു സംഭവമായിരുന്നു 50th എപ്പിസോഡ്. അതെ, ശരിക്കും കുറേ ഫീഡ്ബാക്സും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡായിരുന്നു. അതെ, 50th എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു ഫീഡ്ബാക്ക് കിട്ടിയ ഒരു സംഭവമായിരുന്നു ഒരു റൊമാൻറ്റിക് ഡുവറ്റ് സോങ് പാടിയപ്പോ. അതാരായിരുന്നു? അപ്പൊ അങ്ങനെ ഒരു ഗംഭീര പെർഫോമൻസ് നമുക്ക് തുടങ്ങാം. പക്ഷേ അതിനു മുന്നേ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സാധാരണ നമ്മള് കണ്ടസ്റ്റന്റ്സിന്റെ മാർക്സ് കമന്റ്സ് ചോദിക്കുന്ന പോലെ ഇന്നലത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് ചിത്ര ചേച്ചി, വിൽ സ്റ്റാർട്ട് വിത്ത് യു. ഇന്നലത്തെ എല്ലാ ഗംഭീരം പ്രോഗ്രാംസ് ആയിരുന്നു. എല്ലാം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുട്ടികളുടെ അവിടെ എന്താ എന്റെ അമ്മോ. നമ്മൾ അച്ഛന്മാരുടെ സപ്പോർട്ട് ചെയ്യാൻ നോക്കട്ടെ. അമ്മമാരുടെ സപ്പോർട്ടും നമുക്ക് നോക്കാം. നോക്കാലോ. സ്റ്റീഫൻ ചേട്ടാ, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. അതാണ് സേഫ് സോണിലാണ്. അല്ലല്ല, പറഞ്ഞു വരട്ടെ. അമ്മമാര് തിരുവാതിരക്കളി നന്നായി, പിന്നെ അച്ഛന്മാര് തകർത്തു. ചിത്ര ചേച്ചിയും സുജയ ചേച്ചിയുടെ കാര്യം പറയണ്ടല്ലോ. പിന്നെ നമ്മുടെ പുലികള്, പിന്നെ നമ്മുടെ സുന്ദരന്മാരും സുന്ദരികളും എല്ലാം. ഇതൊരു എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഓണായിട്ട് എനിക്ക് തോന്നുന്നത്. പാട്ടിലൂടെ, ബിക്കോസ് ഇറ്റ്സ് അവർ മ്യൂസിക് ഷോ. അപ്പോൾ അതിലെ കൂടെ സന്തോഷം. നമ്മുടെ വിജയനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു വേറൊരു അഡീഷണൽ പാട്ടും കൂടെ വന്നേനെ. അത് നമുക്ക് വേറെ ചോദിച്ചു വാങ്ങാം അല്ലേ? ഓക്കെ. ഇനിയിപ്പോ ഇന്ന് എന്തൊക്കെയാ പരിപാടി? ഇന്നത്തേക്ക് ഞങ്ങളൊരു പ്രത്യേക പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതൊരു പരിപാടി ഉണ്ട്. എല്ലാരെയും തുള്ളിപ്പിക്കുന്ന പെർഫോമൻസ്. ആരെയും വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അന്ന് വെറുതെ വിടില്ല. പക്ഷെ രജിത്തും ഞാനും കൂടെ പാട്ട് പാടുന്നുണ്ട്. രജിത്തിന്റെ പാട്ട് അവിടെ കേൾക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് സുജാത ചേച്ചിയോട് ചോദിക്കാം. ഭയങ്കര രസമായിരുന്നു. എല്ലാവരും നല്ലോണം പെർഫോം ചെയ്തു, ഡെഫിനറ്റ്ലി. പക്ഷെ കുറച്ച് എക്സ്ട്രാ വാവാസാണ്. കാരണം മെയിൻ ആയിട്ട് എന്റെ കൂടെ കോറസ് പാടിയത് നമ്മൾ പ്രൊഫഷണൽ ആയിരുന്നു. അപ്പോ എന്താ പറയാ, ചേച്ചിയുടെയും സ്റ്റീഫൻ ചേട്ടന്റെയും വിജയ് ചേട്ടന്റെയും എല്ലാവരുടെയും ട്രെയിനിങ് ശരിക്കും അങ്ങോട്ട് ഏറ്റു അല്ലേ? അല്ലേ? അയ്യോ, ഇവിടെ ചോദിക്കുമ്പോ എന്താ ഇത്, എന്താ അതന്നെ ചേച്ചി, നമ്മൾ അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളിപ്പോ തുടങ്ങാൻ പോകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഒരു അടിപൊളി പെർഫോമൻസ് വരുന്നുണ്ട്. റൊമാന്റിക് പെർഫോമൻസോടെ കൂടി സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് വെൽക്കം സുജാത ചേച്ചി ആൻഡ് മോഹൻചേട്ടൻ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഏതാ ഏതാ ഏതാ.
സംഗീതമായി സന്ധ്യാ പുഷ്പസൗരഭമായി അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പസൗരഭമായി അനുഭൂതികൾ പൊന്നിതളിതളായി അഴകിൽ വിരിയും തീരമിതാ ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 വില്ലും വീണപ്പൊൻതൊടിയും പുള്ളോർ പെണ്ണിൻ മൺകുടവും വില്ലും വീണ പൊൻതുടിയും ഉള്ളോ പെണ്ണിൻ മൺകുടവും സ്വരരാഗങ്ങൾ ഒഴുകി വരും അമൃതം പകരും തീരമിതാ ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാറി വിളിപ്പൂ ഇതാ 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 രജത് യെസ് ഇതാ ഇതാ അതെ ഇതാ അപ്പൊ ഇതാണ് നമ്മുടെ മോഹനേട്ടൻ. യെസ് ഇതാണ് ചേച്ചിയുടെ പില്ലർ ഓഫ് സ്ട്രെങ്ത്, ലവ്, ഹാപ്പിനെസ് എല്ലാം എല്ലാം അല്ലേ? താങ്ക്സ് മോഹൻ വൺസ് ചേട്ടൻ. അഗൈൻ താങ്ക് യു വൺസ് അഗൈൻ അമൃത. ഞങ്ങൾക്ക് വീണ്ടും പാടാൻ ഒരു ചാൻസ്, ചേർന്ന് പാടാൻ അതായത് ചേർന്ന് പാടാ വെച്ചാൽ അവര് മാക്സിമം റൊമാൻറ്റിക് മൊമെന്റ്സ് ഓൺ സ്റ്റേജ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഓൺ സ്റ്റേജ് എങ്ങനെ, അപ്പൊ ഓഫ് സ്റ്റേജ് എന്തായിരിക്കും? അത് ഇതായിരിക്കും. ആക്ച്വലി കല്യാണം കഴിഞ്ഞ് എപ്പോഴാണ് ശരിക്കും റൊമാൻസ് നടക്കുന്നത്. അപ്പൊ തിരിഞ്ഞാ മനസ്സിലല്ലേ അതുക്കും മേലെ. മോഹൻ ചേട്ടാ ഇന്നലെ കണ്ടില്ലല്ലോ, ഈ പാട്ടിന്റെ പ്രിപ്പറേഷനിലായിരുന്നോ? അതെ അതെ അതെ, മോനയുടെ കുറെ പാട്ടുകൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് മനസ്സിലായത് മോഹൻ ചേട്ടന് ഭയങ്കര മറവിയുടെ പ്രശ്നമുണ്ട്. എന്താ? അതിന് വേണ്ടിട്ട് ഓണപ്പൂവേ പൂവേ ചേച്ചിയുടെ സാരിയിലല്ലേ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സാരിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരാളെ സ്റ്റേജിലേക്ക് വിളിക്കണം. ഓക്കെ, എൻ്റെ എല്ലാ റിയാലിറ്റി ഷോസ് ഞാൻ ഏതൊക്കെ ചെയ്തിട്ടുണ്ട് അതിലെല്ലാത്തിലും എനിക്ക് വേണ്ടി സാരി സ്പോൺസർ ചെയ്ത, ഇതിലും എൻ്റെ ബ്യൂട്ടിഫുൾ സാരീസ് ഒരുപാട് എനിക്ക് ഫേസ്ബുക്കിലൊക്കെ എന്നെ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സ്റ്റൈൽ സാരീസിലെ രശ്മി, ഒന്ന് വരൂ. സ്റ്റൈൽ സാരീസിലെ രശ്മി ചേച്ചി അഞ്ജലി ഇട്ടേക്കുന്ന സാരിയും രശ്മിയുടെ. അതെ, താങ്ക് യു സോ മച്ച് രശ്മി മാം. സ്റ്റൈൽ സാരിയിലത്തെ രശ്മി ചേച്ചി സ്റ്റൈലായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഫുൾ അതെ. ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. സുജാത ചേച്ചിക്ക് കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ സാരി ഡിസൈൻ ചെയ്യുകയാണ്. ആഹാ, അപ്പം ആദ്യമൊക്കെ ചേച്ചി സജഷൻസ് പറയുമായിരുന്നു, അപ്പോൾ അതുകൂടെ കണക്കിലെടുത്ത് ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പം ചേച്ചി എനിക്ക് ആ ഒരു ഫുൾ ഫ്രീഡം തരുന്നുണ്ട് ചേച്ചിയുടെ ആ ഒരു സ്റ്റൈലിനനുസരിച്ച് ചെയ്യാനായിട്ട്. താങ്ക് യു ചേച്ചി സോ മച്ച് ഫോർ ദാറ്റ്. ആ ഒരു ക്രിയേറ്റിവിറ്റി എനിക്ക് അതുകൊണ്ട് മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് രശ്മി ചേച്ചി, ചേച്ചിയുടെ ഡിസൈൻ കാണുമ്പോൾ ഞങ്ങൾക്കും ഒക്കെ തോന്നുന്നു സാരി കൊടുക്കാൻ. ഷർട്ടൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക് ചേച്ചി. അതെ, അതുകൊണ്ട് രശ്മി ചേച്ചി ഡിസൈൻ ചെയ്തൊരു സാരി എടുത്തുകൊണ്ട് സ്റ്റീഫൻ ചേട്ടാ ഒരു ദിവസം വരുമോ? തീർച്ചയായിട്ടും വരില്ല. വെരി ഗുഡ്. തീർച്ചയായിട്ടും വരില്ലാതാ പറഞ്ഞു. ഞങ്ങൾ വരുന്നാക്കി. രശ്മി ചേച്ചി, ഇനി ഞങ്ങളുടെ ഒരു ആഗ്രഹം കൂടിയുണ്ട്, പറ്റില്ലെന്ന് പറയരുത്. ഞങ്ങളുടെ രജിത്ത് എത്രയും പെട്ടെന്ന് വിവാഹിതനാവാൻ പോവാ. അപ്പൊ രജിത്തിന്റെ ഫിയാൻസിയുടെ സാരി ചേച്ചി ഡിസൈൻ ചെയ്യണം.
എല്ലാവരും കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കും. അല്ല അത് എല്ലാം കൊള്ളാം. പക്ഷേ പ്രേക്ഷകർ എല്ലാവരും ഒന്നും കൂടി ഒരു കാര്യം മനസ്സിലാക്കണം. ഫിയാൻസിയുടെ സാരി ചേച്ചി ചെയ്തോളൂ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോഴും സിംഗിൾ ആണ്. അതെല്ലാവരും ഓർക്കണം. അഞ്ജലി, ഇതൊരു പരസ്യമാണെന്നൊരു ഡൗട്ട്. അല്ല, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും പാവം ഞാൻ കമ്മിറ്റഡ് ആണ്. എവിടെയൊക്കെ സ്പേസ് കിട്ടണോ അവിടെയൊക്കെ ഫിൽ ചെയ്തോളും. അത് എന്താ കാരണം വെച്ചാൽ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ അഞ്ജലിയുടെ ഹസ്ബൻഡൊക്കെ ഞാൻ കാണുന്ന കാരണം അവരുടെ വിഷമം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ്. ആ പെൺകുട്ടികൾ വരാൻ പോണ പെൺകുട്ടിയുടെ വിഷമം ഓക്കെ, കൺട്രോൾ. ലെറ്റ്സ് കം ബാക്ക് ടു ഷോ. താങ്ക് യു ചേച്ചി. എന്തായാലും ഓൾസോ താങ്ക് യു ഫോർ വെയറിംഗ് മൈ സാരി. താങ്ക് യു ചേച്ചി, ഇത്രയും പ്രിറ്റി സാരിന് താങ്ക് യു. ചേച്ചി താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ് കീപ് സപ്പോർട്ടിങ് അസ്. താങ്ക് യു. ഞങ്ങൾ മോഹൻ ചേട്ടൻ ഒരു കാര്യം ചെയ്യട്ടെ. മോഹൻ ചേട്ടാ, ആദ്യത്തെ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ഓണം എന്തായിരുന്നു? വെരി ഫസ്റ്റ് ഓണം എല്ലാവരെയും പോലെ ഒരു സാധാരണ ഓണം തന്നെ. നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് ഊണ് കഴിച്ചു, സദ്യ കൊണ്ടു. ചെന്നൈയിൽ പാലക്കാടായിരുന്നു. ഇല്ല, പാലക്കാടായിരുന്നു. അതെ അല്ലേ? ഓ, ഷീ റിമെമ്പേഴ്സ് ദാറ്റ്. ഓക്കെ. എൻ്റെ വീട്ടിലേ. അത് ശരി. ഓക്കെ. മോഹൻ്റെ അമ്മയച്ഛൻ്റെ കൂടെ. ഓക്കെ ഓക്കെ. കറക്റ്റ്. സോ അപ്പോൾ എന്തായാലും ഒരുപാട് വർഷങ്ങൾ ഇതേപോലെ ഒരുപാട് ഓണം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് ഞങ്ങളും വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എല്ലാ വർഷവും ഇതേപോലെ സൂപ്പർ സ്റ്റാർ ജൂനിയറും ഞങ്ങളും ഒക്കെ കൂടി ഒരുമിച്ച് ചേർന്ന് ഫാമിലി ആയിട്ട് ആഘോഷിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് മോഹൻ ഫോർ ജോയിനിങ് us. യു ഓൾ വെരി വെരി ഹാപ്പി ഓണം ഫ്രം our ഫാമിലി. എല്ലാവർക്കും ഓണാശംസകൾ. ഇനി നെക്സ്റ്റ് നമ്മളൊരു ഫാമിലി പെർഫോമൻസ് ആയി നമ്മൾ എപ്പോഴെങ്കിലും കാണുമെന്ന് പ്രതീക്ഷയോടുകൂടി അല്ലേ? ശരിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു മിസ്സിംഗ് ഉണ്ട് ഇവിടെ. നമുക്കൊരു ഫിനാലെ പോലത്തെ എന്തെങ്കിലും സംഭവത്തിൽ നമ്മൾ ശ്വേതനെ മാത്രമല്ല, ശ്വേതയുടെ ഹസ്ബൻഡ് നന്നായി പാടും. അപ്പൊ എല്ലാവരെയും നമ്മൾ വിളിച്ച് പാടിക്കും. ഒരു സംഘഗാനം. അതെ, സംഘഗാനം, ഗ്രൂപ്പ് സോങ്. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു സോ മച്ച് മോനേട്ടാ. അഞ്ജലി, അപ്പൊ നമ്മുടെ എന്താ പറയാ റൊമാൻറ്റിക് ഡുവറ്റ് സോങ് കഴിഞ്ഞു. അതെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ചിത്ര ചേച്ചി, സുജാ ചേച്ചിയും അവിടെ അവിടെ ഒരാൾ വെറുതെ ഇരിക്കണ. അതെ, വെറുതെ ഇരിക്കുകയാണ്. അതെ, അപ്പോ ഒരു കാര്യം ചെയ്യാം. എന്റെ പ്രതിനിധിയായിട്ട്, ദാറ്റ് ഈസ് ആൺകുട്ടികളിലെ ഞങ്ങളുടെ അച്ഛന്മാരുടെ പെർഫോമൻസ് കഴിഞ്ഞു, ഞങ്ങളുടെ കുട്ടികളുടെ പെർഫോമൻസിൽ ആൺപിള്ളേർ കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് സ്റ്റീഫൻ ചേട്ടാ റെഡി അല്ലേ? റെഡിയാണോ? അവർ റെഡിയാണെങ്കിൽ ഞാൻ റെഡിയാ.
താങ്ക് യു. എക്സ്പെരിമെന്റൽ ഫ്യൂഷൻ. അടുത്തതായിട്ട് ഒരു പാട്ട് പാടിയാലോ? എല്ലാവരും എൻ്റെ കൂടെ വാ. ഇവിടെയുള്ള എല്ലാ അമൃത ടിവിയുടെ എല്ലാ ക്രൂസും ഐ വോണ്ട് എവ്രി വൺ കം ദോസ്. എല്ലാവരും എൻ്റെ കൂടെ സ്റ്റേജിലേക്ക് വന്നേ. വേമ വിത്ത് രജിത്. എല്ലാവരും കൊച്ചു പെണ്ണെ കുയിലാളേ, ഒട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. നാണിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവരും വാ. ഓ കുട്ടനാടൻ കുഞ്ഞയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈരിക്കോ. ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. എല്ലാ അമൃത ടീമിലെ ക്രൂസിനെയും എനിക്ക് സ്റ്റേജിലേക്ക് വിളിക്കണം. നിങ്ങളൊക്കെ ഒന്ന് ആൾക്കാർ കാണട്ടെ. ഓ വരവേൽക്കാനാളു വേണം, കൂടി തോരണങ്ങൾ വേണം, വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ചിരരുവച്ചു അരയന്ന കിളി പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ഓക്കേ, പാട്ടിന്റെ ടെമ്പോ ഒന്ന് കൂട്ടിയാലോ? റെഡിയോ എവരിവൺ? എന്റെ വാളെ കൊടുക്കലേ. കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, ദിത്തിത്താരാടേതോ. കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. 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 വരവേൽക്കാനാളു വേണം, കൊടി തോരണങ്ങൾ വേണം, വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈ നോ. Wow! Super! രജത്, Yes. നമ്മുടെ സ്റ്റീഫൻ ചേട്ടൻ ഒരു അടിപൊളി പെർഫോമൻസ് ഇവിടെ കഴിഞ്ഞു. അതെ. ഇനി എന്താണ് അടുത്തത്?
ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഇനിയിപ്പോ നമുക്ക് ഗെയിംസ് ഉണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതെ കുറെ കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഗെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എന്താ പറയാ അധ്വാനിക്കണം അല്ലെ? അപ്പൊ കാര്യം ചെയ്യാം, ആ അധ്വാനത്തിനൊക്കെ മുമ്പ് നമുക്ക് ഭയങ്കര ഒരു റിലാക്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു മൈൻഡ് എപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് വേണം നമ്മൾ എല്ലാത്തിനും ഇറങ്ങാൻ അല്ലെ? അപ്പൊ അങ്ങനെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ നമുക്ക് ഒരു 5 മിനിറ്റ് ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് നമുക്ക് കാണാം. ഓണം സ്പെഷ്യൽ ചിത്ര ചേച്ചിയുടെ പാട്ട്. ഒരു കുടന്ന നിലാവും ഒരു കുമ്പിൽ പൂവും ഓണവും അതിനീണവും ഓർമ്മയായി വെറും ഓർമ്മയായി. ഒരു കുടന്ന നിലാവും ഒരു കുമ്പിൽ പൂവും
രജലേ ആ, രജൽ. നമ്മൾ ഇന്നലെ ഓൾറെഡി നമ്മൾ ഓഡിയൻസിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് വെരി വെരി സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അതെ, തീർച്ചയായും എനിക്ക് തോന്നുന്നു നമ്മൾക്ക് സാധാരണ നമ്മൾ എല്ലാ പെർഫോമൻസും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഒരു പക്ഷേ ഒരു സോൾഫുൾ പെർഫോമൻസ് ആണ്. ബിക്കോസ് ദി മണി ദേ ഗെറ്റ് അവർ കൊടുക്കുന്നത് ഒരു മുഴുവൻ നല്ല കാര്യത്തിനായിട്ട് നല്ല കാര്യത്തിനാണ്. അപ്പൊ നമുക്ക് എന്തായാലും അവരെ നമുക്ക് അങ്ങനെ ഒരു പെർഫോമൻസിൽ നമുക്ക് വിടാൻ പറ്റില്ല. അതെ, വീണ്ടും ഒരു പെർഫോമൻസ് അവരുടെ ഉണ്ട്. അതെ, സോ ലെറ്റ്സ് വെൽക്കം തിരുവിതാംകൂർ ചങ്ങാതി ക്രിയേഷൻസ് നാടൻ പാട്ടുകൂട്ടം. മണിക്കണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ, മണിക്കണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ, മണിക്കണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ, മണിക്കണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ, വളയും കളഞ്ഞ ചുംബൻ അവിടെ നിന്നും പേശുന്നേ, 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 പേശാതെ നില്ലടി പെണ്ണെ കനകപ്പൊൻ വളഞ്ഞാൻ തരാം, 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 കനകപ്പൊൻ വള കയ്യേലിട്ട് കളിച്ചാട്ടോ കളി കാണട്ടെ, 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 തുമ്പന്നോല മുള്ളവടിയ ചുമ്പന്നോല, തുമ്പന്നോല മുള്ളവടിയ ചുമ്പന്നോല, പാണ്ടിമംഗള പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല, പാണ്ടിമംഗള പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല, കൊല്ലത്തെ രാജാവേറി വരുന്നൊരു ചെല്ലക്കുതിരയും പട്ടാളോ, 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 മണിക്കണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ, മണിക്കണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ, വളയും കളഞ്ഞേ ചുംബൻ അവിടെ നിന്നും പേശുന്നേ, വളയും കളഞ്ഞേ ചുംബൻ അവിടെ നിന്നും പേശുന്നേ, പേശാതെ നില്ലടി പെണ്ണെ കനകപ്പൊൻ വളഞ്ഞാൻ തരാം, പേശാതെ നില്ലടി പെണ്ണെ കനകപ്പൊൻ വളഞ്ഞാൻ തരാം, കനകപ്പൊൻ വള കയ്യേലിട്ട് കളിച്ചാട്ടോ കളി കാണട്ടെ, 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 തുമ്പന്നോല മുള്ളവടിയ ചുമ്പന്നോല, തുമ്പന്നോല മുള്ളവടിയ ചുമ്പന്നോല, പാണ്ടിമംഗള പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല, പാണ്ടിമംഗള പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല, കൊല്ലത്തെ രാജാവേറി വരുന്നൊരു ചെല്ലക്കുതിരയും പട്ടാളോ, 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 മണിക്കണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ, മണിക്കണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ, വളയും കളഞ്ഞ ചുംബൻ അവിടെ നിന്നും പേശുന്നേ, വളയും കളഞ്ഞ ചുംബൻ അവിടെ നിന്നും പേശുന്നേ, പേശാതെ നില്ലടി പെണ്ണെ കനകപ്പൊൻ വളഞ്ഞാൻ തരാം, പേശാതെ നില്ലടി പെണ്ണെ കനകപ്പൊൻ വളഞ്ഞാൻ തരാം, കനകപ്പൊൻ വള കയ്യേലിട്ട് കളിച്ചാട്ടോ കളി കാണട്ടെ, 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 തുമ്പന്നോല മുള്ളവടിയ ചുമ്പന്നോല, തുമ്പന്നോല മുള്ളവടിയ ചുമ്പന്നോല, പാണ്ടിമംഗള പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല, പാണ്ടിമംഗള പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല, കൊല്ലത്തെ രാജാവേറി വരുന്നൊരു ചെല്ലക്കുതിരയും പട്ടാളോ, 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 കൊല്ലത്തെ രാജാവേറി വരുന്നൊരു
അങ്ങനെ സുജാത ചേച്ചി ആൻഡ് മോഹനേട്ടന്റെ പെർഫോമൻസ്, സ്റ്റീഫൻ ചേട്ടന്റെ പെർഫോമൻസ്, ചിത്ര ചേച്ചിയുടെ ചേച്ചിയുടെ പെർഫോമൻസ്. പെർഫോമൻസ് യെസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഗെയിംസ് തുടങ്ങിയാലോ? ഇനി ഗെയിംസ് തുടങ്ങിയാലോ? യെസ്. അല്ല ഇപ്പൊ നിങ്ങളൊക്കെ നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണത്? എന്താ ഞങ്ങൾക്കൊക്കെ വിശപ്പിന്റെ അസുഖമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊന്നും ഇല്ലേ? നമ്മള് ഗെയിംസ് ഗെയിംസ് കേട്ടപ്പോ പെട്ടെന്ന് അതൊക്കെ മറന്നുപോയി. ആണോ? നമ്മൾ രണ്ട് ടീമായി ഗെയിംസ് നമുക്ക് തുടങ്ങണ്ടേ? അതെ. നിങ്ങൾ ഗെയിംസ് കളിച്ചോ? ഞങ്ങൾ കഴിക്കാൻ പോവാ. നല്ല സദ്യ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല സാമ്പാറും പപ്പടവും അവിയലും ചോറും നല്ല ഉപ്പും നല്ല ഇതിൽ നിന്നും നല്ല അച്ചാറും അച്ചാറും ഒക്കെ റെഡി ആയിട്ടിരിക്കുക. സ്റ്റീഫൻ ചേട്ടാ, അഞ്ജലി, രജത്, അല്ല പാൽപ്പായസം, പാൽപ്പായസം, അടപ്പായസം, മതി. ബിരിയാണിയോ? അയ്യോ മതി മതി. അല്ല കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇതൊക്കെ മാറ്റി വെക്കാം. ഗെയിംസ് ഒക്കെ വേണമെങ്കിൽ ഇവർക്ക് വേണ്ടി വേണമെങ്കിൽ മതി മതി. അതെ ഇപ്പൊ തന്നെ വിശപ്പ് വന്നു തുടങ്ങി. അഞ്ജലി, വേണമെങ്കിൽ അതെ അവർക്ക് വേണ്ടി നമുക്കൊരു ത്യാഗം ചെയ്യാം. ഗെയിംസ് ഒക്കെ മാറ്റി ഗെയിംസ് അതിപ്പോ എന്തായാലും വരണല്ലോ. അല്ല നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്തോ? നിങ്ങൾ നന്നായിട്ട് പറഞ്ഞൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ഞങ്ങൾ പോയി കഴിച്ചോളാം. അല്ല അങ്ങനല്ല, പ്രേക്ഷകരെ ഇവരിവിടെ തന്നെ ഉണ്ടാവും. ഇവർ ഇതിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുക. അടുത്ത ഗെയിം എന്തൊക്കെയാണ്? ഞങ്ങളുടെ ഒരു സ്നേഹമില്ലേ? അവര് ആർക്കും അവർക്ക് വേണം, ഞങ്ങളും വേണം അവർക്ക്. അല്ല എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മള് ഓണ സദ്യ അവിടെ പോകുമ്പോ അവിടെ നിങ്ങൾക്ക് പിന്നീട് ഫീൽ ചെയ്യാൻ പാടില്ല നമ്മൾ ഉണ്ടായില്ല. ഇല്ല, നമുക്ക് ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് കഴിക്കാം അല്ലേ? സമാധാനം. അഞ്ജലി, കിടക്കാം. ഓണസദ്യ ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിന്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിലവോരമുണരുന്നു സംഗീതം. സംഗീതം നമ്മുടെ ഔട്ട്ഡോർ ഗെയിംസ് ഓണപ്പരിപാടിയിൽ തുടങ്ങാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കുട്ടികളുടെ വടംവലി മത്സരത്തിൽ തുടങ്ങാം. പക്ഷേ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വിളിക്കാം. അതെ, അപ്പൊ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വിളിക്കാം. സുജാത ചേച്ചി, ചിത്ര ചേച്ചി, സ്റ്റീഫൻ ചേട്ടാ. ഇതെന്തത് നിങ്ങൾ കണ്ടല്ലേ, എല്ലാരും റെഡി ആയിട്ട് വടംവലിക്ക് റെഡി ആയിട്ടിരിക്കണോ? അതെ, റെഡി. നിങ്ങൾ മാനം കാക്കണേ. സ്റ്റീഫൻ ചേട്ടാ, നമ്മള് അകത്ത് പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും നമ്മൾ ടീമായി സ്പ്ലിറ്റ് ചെയ്തു. അതെ, അപ്പൊ നമ്മളെല്ലാരും ഈ ഭാഗം, ഇവരെല്ലാരും ആ ഭാഗം. ഓക്കെ, ആര് ജയിക്കുന്നു കണ്ടറിയാം. ഓക്കെ, റെഡി അല്ലേ? അങ്ങനെ ആൺകുട്ടികളും വീണിരിക്കുന്നു, പെൺകുട്ടികളും വീണിരിക്കുന്നു. ചിത്ര ചേച്ചി അലമ്പുണ്ടാക്കി. ഞങ്ങൾ ജയിച്ചു. തോറ്റിട്ടില്ല. മതിയോ? കള്ളക്കളിയായിരുന്നു. കള്ളക്കളിയാ. ഇത് ഫൈനലാണ്.
സ്ത്രീകളുടെ ഭാഗത്ത് ഒരു ജാഥയും പുരുഷന്മാരുടെ ഭാഗത്ത് ഒരു ചെറിയ ജാഥയും. അതെ, അല്ല വീണ്ടും നമ്മുടെ 1 2 3 സ്റ്റാർട്ട് പറയാൻ വേണ്ടി ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയും വിളിക്കുകയാണ്. 2 പേരെടുത്തും മൈക്ക് തിരിച്ചു വാങ്ങില്ല, കാരണം വാങ്ങി അപ്പ കള്ളക്കളി അല്ല മറുപടിയാ, നിങ്ങൾക്ക് വലിക്കട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന് വലിക്കാം, ഞങ്ങളും കയറുന്നേ ഉള്ളൂ. ചേട്ടന്മാരെ മാറ്റിക്കല്ലേ. ഓക്കെ ചേച്ചി തുടങ്ങ്. 1 2 10 സെക്കൻഡ് കൊണ്ട് കളി കഴിഞ്ഞു. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, ഒരു ചരിത്രം കേട്ടിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, ഒരു ചരിത്രം കേട്ടിട്ടില്ല. ഓക്കെ. ആ നമ്മളൊരു ചെറിയ ഓർഡർ മാറ്റി. 2 പ്രാവശ്യം സ്ത്രീകളുടെ ശക്തി പോരാ, അപ്പൊ നമ്മൾ കുറച്ച് പുരുഷന്മാരെ അങ്ങോട്ട് കൊടുത്തു. ആരെ കൊടുത്തു? നമ്മുടെ ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ ഫാദർ, അവിടെ പുലികൾ കുറെ പേര് നിൽക്കുന്നുണ്ട്, അപ്പൊ അവരൊന്ന് കൊടുത്തു. അതെ, അപ്പൊ ഇവിടെയും കറക്റ്റ് ആണ്, ഇപ്പൊ പ്രപ്പോർഷൻ ഏകദേശം കറക്റ്റ് ആണ്. അതെ, ഇവിടെ ഇപ്പൊ നമ്മുടെ ആൺകുട്ടികളായിട്ടുള്ള കണ്ടസ്റ്റൻസും അവരുടെ അച്ഛന്മാരും പിന്നെ നമ്മുടെ മോഹനേട്ടനും ഒക്കെയാണുള്ളത്. ഇവിടെ നമ്മുടെ എല്ലാ സുന്ദരിമാരും കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരും. അതെ, എല്ലാ അമ്മമാരും ഉണ്ട്, അതാ രസം. അതെ, എല്ലാവരും ഉണ്ട്. നമ്മൾ ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ഈ സൈഡ് ജയിക്കണമെന്ന വാശിയോട് കൂടി തുടങ്ങാൻ പോവുകയാണ്. വീണ്ടും നമ്മളൊരു കൗണ്ടിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പൊ റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? അവിടെ റെഡിയല്ലേ? ഓക്കെ ചേച്ചി ഇവിടെ തുടങ്ങിക്കോ. റെഡി 1 2 3. കണ്ടസ്റ്റൻസ് ഉണ്ട്, 17 ചെയർ ഉണ്ട്. നമ്മുടെ സ്റ്റീഫൻ ചേട്ടൻ അവിടെ ഇരുന്ന് ചെണ്ട കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ചെണ്ട കൊണ്ട് നിർത്തിയാൽ അപ്പൊ ഇരിക്കാം എല്ലാവരും കേട്ടോ. അതിൽ ആർക്ക് ചെയർ കിട്ടുന്നില്ല അവർ ഔട്ടാവും. പിന്നെ ഒരു തരത്തിലുള്ള ഫൗളും നടക്കൂല. നമുക്ക് ജഡ്ജ് ചെയ്യാൻ ചിത്ര ചേച്ചി, സുജാത ചേച്ചി ഇവിടെ ഉണ്ട്. ഓക്കെ, റെഡി? തുടങ്ങണ്ട? ആ റെഡി. മിസ്സായി. ആ റെഡി? പേരും 4 കസേരയും. ഓക്കെ റെഡി? സ്റ്റെപ്പ് കളിക്കടാ, നിന്റെ പുതിയ സ്റ്റെപ്പ് കളിക്ക്. ആദ്യമായിട്ട് അവൻ സ്റ്റെപ്പ് ഇട്ട് വീഴും. അയ്യോ എന്ത്? അപ്പൊ ഇതാ the final round starts. Ready? Oh no no no. നമ്മുടെ സോണിക വിജയിച്ചിരിക്കുന്നു. നമ്മുടെ അടുത്ത ഗെയിമാണ്
ലെമൺ ആൻഡ് സ്പൂൺ റേസ്. യെസ്. അതില് നമ്മുടെ അമ്മമാരും ഒരു ചേച്ചി, ഭാവനയുടെ ചേച്ചി ഉണ്ട്. അപ്പൊ അവര് ചെയ്യുന്ന റൂൾസ് ഇത്രേ ഉള്ളൂ. സ്പൂണിൽ ലെമൺ ബാലൻസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇവിടം വരെ നടക്കുക, എന്നിട്ട് തിരിച്ചു നടക്കണം. കംപ്ലീറ്റ് ആവും. ഇത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോ നമുക്ക് തുടങ്ങാം. ലെമൺ ആൻഡ് സ്പൂൺ റേസ്. സെമി ഫൈനലിൽ 2 പേര് വന്നു. അതുകൊണ്ട് 2 പേരെയും കൂടെ മത്സരിക്കാൻ പോവാണ്. നമ്മുടെ ഭാവനയുടെ ചേച്ചിയും ശ്രീനന്ദിന്റെ അമ്മയും. എല്ലാവരും ഒന്ന് കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കോ. ഓക്കെ, നമ്മുടെ ഭാവനയുടെ ചേച്ചി ജയിച്ചിരിക്കുകയാണ്. കാരണം ശ്രീനന്ദിന്റെ അമ്മ ഫൗൾ ചെയ്തു. ഫൗൾ. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ സമ്മാനദാനമാണ്. നമുക്ക് ആദ്യം നടത്തിയ വടംവലിയുടെ സമ്മാനമാണ്. ഇതെന്താന്ന് വെച്ചാൽ ഈ വടംവലിയുടെ സമ്മാനം ആർക്ക് കിട്ടിയെന്നറിയോ? പുരുഷന്മാരുടെ സഹായത്തോടു കൂടിയ സ്ത്രീ ജനങ്ങൾക്കാണ്. ഓക്കെ, അതൊന്ന് കൈയടിച്ച് പാസ്സായിക്കൂടെ? അമൃത ടിവിക്ക് നന്ദി. കാരണം ഇതൊരു കുടുംബ ചിത്രമാണ്. ഞങ്ങളുടെ 2 പേരുടെയും മുത്തശ്ശിമാരോട് ഇരിക്കുന്നു, ബാക്കി കുടുംബം മുഴുവനും. രജിത തുടങ്ങ്. അപ്പൊ എന്തായാലും നമ്മുടെ ആഘോഷങ്ങൾ ഇവിടെ ഒന്നും തീരുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ കുടുംബ ചിത്രം. അപ്പൊ എന്തായാലും കുടുംബ ചിത്രത്തിന്റെ ഭാഗമായതിൽ ചിത്ര ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? വളരെ 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 എൻജോയ് ചെയ്തു. ഒരു വ്യത്യസ്തമായ ഒരു ഓണം തന്നെയായിരുന്നു ഇപ്രാവശ്യം. കുട്ടികളോടൊപ്പം സത്യത്തിൽ മനസ്സുകൊണ്ട് ഞാനും കളിക്കുകയായിരുന്നു എല്ലാത്തിനകത്തും. മനസ്സുകൊണ്ടല്ല ചേച്ചി, നല്ലൊരു വലി വലിച്ചു വടം. അതെ, ഒരു നല്ല കള്ളക്കളി എന്ന് ഞങ്ങൾ പറയില്ല, പക്ഷെ അതൊരു കുസൃതി. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളൊന്നല്ല കുസൃതി, കുട്ടികളും അല്ല കുസൃതി. ഏറ്റവും കുസൃതിയുള്ള ആളുകൾ എല്ലാവരും കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ചതെന്ന്. അല്ല, ചിത്ര ചേച്ചി സുജാത ചേച്ചി ഈ പറഞ്ഞ പോലെ കളിയിൽ ആക്ച്വലി മറ്റേ സ്റ്റാർട്ടൊക്കെ പറഞ്ഞ് മാറി നിന്നു. പക്ഷെ കളി മൂക്കുമ്പോ അവർക്ക് അറിയാതെ അവരുടെ ഉള്ളിൽ നിന്ന് സ്പിരിറ്റ് വന്നിട്ട് ചിത്ര ആവേശം കൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എല്ലാം പെൺകുഞ്ഞുങ്ങളെല്ലാം പാവം കുട്ടികൾ, അവര് പുറകിലേക്കായപ്പോ അറിയാണ്ട് ഞാൻ അതാണ് ഡെഫിനറ്റ്ലി. യെസ്, സുജാത ചേച്ചി. എനിക്ക് ഈ മുത്തശ്ശിയായ സ്ഥിതിക്ക് വളരെയധികം സന്തോഷമുണ്ട് ടു ബി വിത്ത് മൈ ഡിയർ ഫ്രണ്ട് ചിത്ര. ആൻഡ് കുട്ടികളുടെ കൂടെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. പിള്ളേർ നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? അതാണ്. എനിവേ ബോത്ത് സൈഡ്സ്, ആൺകുട്ടികളും പെൺകുട്ടികളും അച്ഛന്മാരും അമ്മമാരും എല്ലാവരും കലക്കി. താങ്ക്സ് ഫോർ ദ വണ്ടർഫുൾ ഓണം. താങ്ക് യു. സ്റ്റീഫൻ ചേട്ടാ. എന്നാലും ഞാൻ എന്നൊരു ജഡ്ജല്ല. ഞാൻ എൻ്റെ കുട്ടികളുടെ കൂടെ ഒരുപോലെ ഞാൻ ഇവരുടെ കൂടെ കളിച്ചു. ഐ വാസ് സോ ഹാപ്പി. ഞാനും നല്ല ടെൻഷൻ അടിച്ച ജീവിതമാണ് എനിക്കുള്ളത്. പക്ഷേ ഇന്ന് ഞാനൊരു ബ്രേക്ക് എടുത്തു. താങ്ക് യു അമൃത ടി വി ആൻഡ് സൂപ്പർ സ്റ്റാർ ഗ്രൂപ്പ് ദാറ്റ് വി ഹാഡ് ആൻ അമേസിംഗ് ഓണം. അല്ലേ? എല്ലാം ഒന്ന് സൗണ്ട് ഇട്ടേ. ഹിപ് 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 ഹിപ്. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.